എല്ലാവരും ഇങ്ങോട്ട് നോക്കി. സംഘപരിവാറുള്ള നാടാണ്. അതുകൊണ്ട് എന്താണ് കൂടുതൽ ഉണ്ടാക്കാൻ പറയേണ്ട രാഹുൽ? നിങ്ങൾ വലിയ പുരോഗമനം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചെയ്യുന്നത് ജിഹാദിത്തരമാണ്. രാഹുൽ ഈശ്വർ ഒരു ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ ചിക്കൻ മന്തി വെച്ച് വിഷു ആശംസിക്കുമ്പോൾ അത് ക്രിയേറ്റിവിറ്റി എന്ന് വിളിക്കാമോ? വളരെ മോശം കാര്യങ്ങളൊക്കെയാണ് ഇതേക്കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ? നിർത്താറായില്ലേ? പക്ഷെ അവന്റെ പണി അവൻ ചെയ്തു കഴിഞ്ഞു. ഡാമേജ് ഈസ് ഓൾറെഡി ബീൻ ഡൺ. ഇതാണ് ഗൂഢാലോചന എന്ന് പറയുന്നത്. ഈ ഒച്ച കുറച്ച് കുറക്കാൻ പറ്റുമോ? ഏതോച്ച ഈ സംസാരത്തിന്റെ ഒച്ച. ഇതാണ് ബാഡ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. രാഹുൽ, താങ്കൾ സംശയിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ആസൂത്രിതമായ നീക്കം ഇതിന് പിന്നിൽ? ബോധപൂർവം ചെയ്തതായിരിക്കില്ല. അപ്പോ കേരളത്തിന്റെ ബോധപൂർവം അല്ലെങ്കിൽ ഇവന്റെ ബോധം എവിടെയാണ് രാഹുൽ കിടക്കുന്നത്? ബോധപൂർവമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഇത് പറയാൻ തോന്നുന്നു? കഷ്ടം. സാഹിത്യ സൃഷ്ടിയിലെ ഒരു വാക്ക് ഒരു കഥാപാത്രത്തിന്റെ ഉപയോഗിച്ചപ്പം ഒരു അധ്യാപകനെ റോഡിലിട്ട് വെട്ടിനുറുക്കിയ നാടാണിത്. കാര്യം ഓർത്തു നോക്കുക, എന്നെക്കാട്ടി സൗണ്ടുള്ള ആരും അവിടെ ഇല്ലല്ലോ. പ്രത്യേക സൗണ്ട് ബോക്സ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് പോണം മിസ്റ്റർ. അല്ല രാഹുൽ ഇവിടെ താങ്കൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം താങ്കൾ ഈ പോസ്റ്റർ ഉണ്ടാക്കിയവരെ ന്യായീകരിക്കുന്നു എന്നല്ലോ. അല്ല, ശതമാനം ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റും ഹിന്ദു വിശ്വാസിയും കൃഷ്ണ ഭക്തനുമാണ്. എന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മുസ്ലിം സഹോദരങ്ങളും ഇതിൽ ഹിന്ദു സമൂഹം ഹേർട്ടായി അവരോടൊപ്പം നിൽക്കണമെന്നുള്ള സമീപനമല്ലേ എടുത്തത്? എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കാരണം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കാൻ അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ശതമാന കണക്കിൽ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഇങ്ങനെയുള്ള വിഷജന്മങ്ങളാണ് ഈ നാടിന്റെ ശാപം എന്ന് പറയുന്നത്. ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള കൊടും വിഷങ്ങളാണ് ഈ നാടിന്റെ ശാപം. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. മുസ്ലിം സംഘടനകൾ അവർ മാപ്പ് പറഞ്ഞു. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഇത് നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ ഈ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു മഞ്ജുഷേ? ഈ നാട്ടിൽ എന്തെല്ലാം സംഭവിക്കുമായിരുന്നു? രാഹുൽ അങ്ങനെ ഒരു വടി കൊടുക്കുകയായിരുന്നല്ലോ ചെയ്തത്. അങ്ങനെ ഒരു വടി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. ഞാൻ എല്ലാരും കൂടെ ഒന്ന് പാർന്ന് പിടിപ്പിക്കും. അച്ഛൻ വിഷയത്തിൽ ഒരാളെ എതിരുള്ളൂ, അത് ശ്രീ ആരിഫാണ്. എന്താണ് താങ്കൾക്കുള്ള എതിർപ്പ് ഇക്കാര്യത്തിൽ? എന്താണ് രാഹുൽ പറയുന്നത്? താങ്കൾ അനുകൂലിക്കുകയാണോ? ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന രീതിയിലാണോ താങ്കൾ കാണുന്നത്? ഭയങ്കര ചതിയായി പോയല്ലോ മുതലാളി. ഞാനല്ല ചതിച്ചത്, മുതലാളി വിഷമിക്കണ്ട. എനിക്കൊരു 72 സെക്കൻഡ് തരണം. ഞാൻ ഒന്ന് പൂർണ്ണമായിട്ട് എനിക്ക് പറയാം. ഓക്കെ, ഇവിടെ നിങ്ങൾ കുരുവൊട്ടാനുള്ള അവകാശം അത് മുസ്ലിമിന് വെച്ചു കൊടുക്കുന്നത് പോലെ ഹിന്ദുവിനും ആ അവകാശം ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കണം. രാഹുൽ ഈശ്വറിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ആ ആഴം മനസ്സിലാക്കാതെ എന്തൊക്കെയോ കേട്ടിട്ട് എന്തൊക്കെയോ പുലമ്പുകയാണ് ചെയ്യുന്നത്. മറയുമില്ലാതെ പറയുകയാണ്. ഇങ്ങനെയുള്ള മതമൗലികവാദികളോ അങ്ങനെയുള്ളവരെ കാട്ടിൽ അപകടമാണ് ഇതുപോലുള്ള വിഷജീവികൾ. ഞാൻ കരയാതിരിക്കണമെങ്കിൽ താൻ എന്നോട് കുറച്ചുകൂടെ മനുഷ്യത്വമായിട്ട് പെരുമാറണം. ഇവരാണ് വിഷജീവികളൊന്നും പ്രയോഗിക്കണ്ട. അല്ല, പറയാതിരിക്കാൻ പറ്റില്ല മഞ്ജുഷേ. നീ ഇത് എന്ത് ഭാവിച്ച? ദേശീയ പതാക കത്തിക്കുമ്പോൾ ആ കത്തിച്ച ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നത് ദേശീയ പതാകയുടെ സംരക്ഷണം മാത്രമല്ല, അത് വലിയൊരു മെസ്സേജാണ് അതിലൂടെ പോകുന്നത്. വലിയൊരു മെസ്സേജ് ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. വലിയൊരു മെസ്സേജ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ക്രിസ്ത്യാനിയും മുസ്ലിമും ഇത് അവരെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കളുടെ ദേവീ ദേവന്മാരെ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയേണ്ടി വരൂലേ? ഹിന്ദുക്കൾ അങ്ങനെ ആയിരുന്നു. മണ്ടന്മാർ ലണ്ടനിൽ ചെന്നപ്പോൾ കണ്ടത് ചൈനയിലെ വൻമതിലാ. പെണ്ണും വടക്കോഴിയും ഒന്നും വേണ്ട. രാഹുൽ സെലക്റ്റീവ് ആവുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. പക്ഷെ രാഹുൽ സമ്മതിക്കുന്നില്ല എന്നേ ഉള്ളൂ. സെലക്റ്റീവ് ആവുകയാണ് രാഹുൽ. ഒരു ഉടായ്പായിട്ട് അറിയിക്കോളൂ. തിരിച്ചാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും സംരക്ഷണം കൊടുക്കണമെന്നാണ്. ശ്രീ ആരിഫ് പറയുന്നത് ആർക്ക് സംരക്ഷണം കൊടുക്കേണ്ടതാണ്. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണേ എനിക്ക് പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്.
ശ്രീ ആർ ഡി ബാബു പറയുന്നത് പണ്ട് ഹിന്ദുക്കൾ അങ്ങനെ ആയിരുന്നില്ല, ഇന്ന് അങ്ങനെ മാറിയത് മുസ്ലിങ്ങളുടെയും മറ്റു റിയാക്ഷൻ കണ്ടിട്ടാണെന്നാണ്. നമുക്ക് എന്തുകൊണ്ടൊരു നിലപാടെടുത്തുകൂടാ? പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അതെടുക്കാൻ കഴിയില്ല. താത്വിക നിലപാടൊന്നുമല്ല, സനാതന നമ്മുടെ ധർമ്മത്തിന് മുമ്പിൽ അതെടുക്കാൻ കാണുന്ന കഴിയില്ല. റിയാലിറ്റിയോടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. താത്വിക എവിടെ നിൽക്കട്ടെ, ഇവിടെ റിയാലിറ്റി ഉണ്ട് നമ്മുടെ മുമ്പിൽ. അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ആരാണെന്ന് അറിയില്ല, ഞങ്ങളിക്കിട്ടിരിക്കുക ഭ്രാന്താണെന്ന് പക്ഷേ ആരിഫ് എടുത്തതിൽ ഇരട്ടത്താപ്പില്ല, ഒറ്റ നിലപാടാണ്. ഇവിടെ ആരിഫ് എടുത്തത് കൃത്യമായ നിലപാടാണ്. ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിനുള്ള സന്തോഷവും മേടിക്കൂടാ പുല്ല്. ആരിഫ് പറയുന്നത് ഈ സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണമെന്നാണ്. അതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. ആരിഫ് സത്യസന്ധമായിട്ട് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് കാര്യമായിട്ടൊന്നും ആഘോഷിക്കണമല്ലേ. എം എഫ് ഹുസൈന്റെ വിഷയം വന്നപ്പോ അത് കയ്യിലെടുത്ത് അല്ലെങ്കിൽ മുന്നിലെടുത്ത് ക്യാമ്പയിൻ ചെയ്തത് ഞാനാണ്. ഞങ്ങളുടെ ടീമാണ് കേരള ഹൈക്കോടതിയിൽ പോയി വിവരമുണ്ടോ തനിക്ക്? സത്യമായിട്ടുമില്ല. രാഹുൽ ഈശ്വർ വിശ്വാസി ആയിരിക്കെ ഈ പറയുന്ന സംഗതി സത്യത്തിൽ ആർക്കാണ് അനുകൂലം? അത് ജിഹാദികൾക്കാണ് അനുകൂലം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ഞാൻ പറഞ്ഞുതരാം. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. ഹലോ, കുറെ നാളായല്ലോ കണ്ടിട്ട്. എവിടെ ജിഹാദികളുടെ പക്ഷക്കാരൻ എന്ന രീതിയിൽ ഒരു ഇമേജ് ഉണ്ടാക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. അങ്ങനെ ഒരു പിന്നെ അത് നീ പറഞ്ഞു എന്തിന്? അതിന്റെ കഥ നിനക്കിരിക്കട്ടെ. മതനിന്ദാ നിയമം ഇവിടെ ഉണ്ടെങ്കിൽ അത് ഈക്വലി അപ്ലൈ ചെയ്യണം. നിങ്ങൾ അതല്ല ഇവിടെ നടക്കുന്നത്. അത് മുസ്ലിം പക്ഷത്തുള്ള ആളുകൾക്ക് മാത്രം വെപ്പണൈസ് ചെയ്യാനുള്ള അവസരമാക്കി വെക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള അപ്പുറം ഇപ്പുറം ഇല്ല. കേൾക്കൂ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ. ഈ മതനിന്ദാ നിയമം വേണമെന്നും അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും രക്ഷിക്കണമെന്നും പറയുമ്പോൾ ഇത് സനാതന ധർമ്മത്തിന് പോലും ഇല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. ആ സാധനമാണ് വേണമെന്ന് ഈ രാഹുൽ ഈശ്വർ പറയുമ്പോൾ സത്യത്തിൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാ? അത് ജിഹാദികളുടെ ശബ്ദമാണ്. അത് എന്റെയും ചേട്ടന്റെ ശബ്ദം ഒരേപോലെയാണെന്നുള്ള തോന്നൽ അവിടെ ഉണ്ടാക്കുന്നു. രാഹുൽ ഈശ്വർ ഒരു ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ കുറെ ആയി കാണുന്നു രാഹുലെ. ഈ പണിയൊക്കെ നമ്മൾ കുറെ ആയി കാണുന്നു. ആ പണി നിർത്താം. നിങ്ങൾ വലിയ പുരോഗമനം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചെയ്യുന്നത് ജിഹാദിത്തരമാണ്. നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ജിഹാദി കൂട്ടിക്കൊടുപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും കൂട്ടിക്കൊടുപ്പാണ്. രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നതും കൂട്ടിക്കൊടുപ്പാണ്. രണ്ടും കൂട്ടിക്കൊടുപ്പാണ്. ഓക്കെ, ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. രണ്ടും കൂട്ടിക്കൊടുപ്പാണ്. രാഹുൽ ചെയ്യുന്നതും കൂട്ടിക്കൊടുപ്പാണ്, ഗോഡ്സെ ചെയ്തതും കൂട്ടിക്കൊടുപ്പാണ്. ഒരു സംശയം. ഒന്ന് ഹിന്ദുത്വ കൂട്ടിക്കൊടുപ്പാണെങ്കിൽ ഇവിടെ രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിഹാദി കൂട്ടിക്കൊടുപ്പാണ്. അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, പറഞ്ഞ എന്താ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് മതവികാരമില്ലേ? ഹിന്ദുക്കൾക്ക് ഈശ്വര വിശ്വാസമില്ലേ? കുരു ഉണ്ടെന്നും ആ കുരു പൊട്ടി ഒലിച്ച് പഴുക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് രാഹുലെ. ഇത് സെൻസിറ്റിവിറ്റിയാണ്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് നോ മോർ ക്ലാരിഫിക്കേഷൻ. നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ജിഹാദി കൂട്ടിക്കൊടുപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കോമഡി താരം തന്നെ നിങ്ങൾ. രാഹുൽ ഈശ്വർ ഒരു ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഒരാവേശം ഒന്നങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച് രാഹുൽ ഈശ്വറിന്റെ കപട മുഖം ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഈ ജിഹാദി കൂട്ടിക്കൊടുപ്പിനെങ്കിലും നിർത്തൂ. ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യം പറയുന്നത് നിർത്തുക. അതാ വേണ്ടത്. ഓക്കെ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.